ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. മുംബൈ താബോർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ഈ വചന ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന എല്ലാ ദൈവമക്കളെയും ഈശോ സമൃദ്ധമായിട്ട് സൗഖ്യവും അഭിഷേകവും വിടുതലും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്ന തിരുവചന ഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 31-ാം തിരുവചനം. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. ദൈവം യേശു ക്രിസ്തു വഴി ദൈവമക്കൾക്ക് അനുതാപവും പാപമോചനവും നൽകുന്നതിനെക്കുറിച്ചാണ് തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. സ്നേഹമുള്ളവരെ, മാനവ ജനതയുടെ രക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുക എന്നുള്ളത്. പാപമോചനം നേടാതെ ആർക്കും രക്ഷയിലേക്ക്, ദൈവാനുഗ്രഹത്തിലേക്ക്, അഭിഷേകത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല. പാപമോചനം നേടുന്നതിൻ്റെ വില എന്താണെന്നും അതിൻ്റെ അർത്ഥമെന്താണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് യേശു ക്രിസ്തു വഴി ദൈവം നമ്മെ അനുഗ്രഹിച്ചത് എത്ര വലിയ കാര്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 19 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പാപങ്ങളെ മോചിക്കുന്നതിനുള്ള അധികാരം നൽകുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുക? യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ഉത്ഥാനത്തിനു ശേഷം യേശു ശിഷ്യന്മാർക്ക് നൽകിയ വലിയ ഒരു അധികാരമാണ് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന അധികാരം. പാപങ്ങളെ മോചിക്കുവാനുള്ള യേശു ക്രിസ്തുവിനുണ്ടായിരുന്നുള്ള അധികാരം, ദൈവത്തിന് മാത്രമുള്ള അധികാരം യേശു ക്രിസ്തു താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് നൽകുകയാണ്. വലിയൊരു അനുഗ്രഹമാണ് യേശു, വലിയൊരു അധികാരമാണ് തൻ്റെ ശിഷ്യന്മാർക്ക് യേശു ഉത്ഥാനത്തിന് ശേഷം കൊടുക്കുന്നത്. സ്നേഹമുള്ളവരെ, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു സമാധാനം ആശംസിച്ച് ശിഷ്യന്മാരുടെ അരികിലേക്ക് കടന്നു വരികയാണ്. ഒരുപക്ഷെ യേശുവിൻ്റെ സമാധാനം ഇവിടെ ഏറെ അർത്ഥവത്തായ ഒരു സമാധാന ആശംസയായി മാറുന്നു. കാരണം യേശു ഉത്ഥാനത്തിന് മുമ്പ് പാടുപീഡകൾ സഹിച്ച് മരിച്ച് തൻ്റെ സഹനത്തിലൂടെ, തൻ്റെ വിശുദ്ധ രക്തത്തിലൂടെ മാനവകുലത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി പരിഹാരം ചെയ്തതിനു ശേഷം, കുരിശുമരണത്തിന് ശേഷം മനുഷ്യമക്കളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതിന് ശേഷം യേശു ഉത്ഥാനം ചെയ്ത് നൽകുന്ന വളരെ മനോഹരമായ ആശംസയാണത്, ഈ സമാധാനാശംസ. യേശു ക്രിസ്തുവിൻ്റെ സമാധാനം പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന
മനുഷ്യ മക്കളെ തൻ്റെ കുരിശുമരണത്തിലൂടെ രക്ഷപ്പെടുത്തിയതിനു ശേഷം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും യേശുക്രിസ്തു സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതിന് ശേഷം നൽകുന്ന വളരെ മനോഹരമായ ആശംസയും പ്രാർത്ഥനയുമാണ്. അതുകൊണ്ടാണ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുക, ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചിരിക്കുന്നു, നിങ്ങളതിൽ സ്ഥിരതയോടെ നിൽക്കുവിൻ, വീണ്ടും അടിമത്തത്തിൻ്റെ നുഖത്തിന് നിങ്ങൾ വിധേയരാകരുത്. അപ്പോൾ എല്ലാവിധത്തിലുള്ള അടിമത്തങ്ങളിൽ നിന്നും, പാപത്തിൻ്റെ അടിമത്തങ്ങളിൽ നിന്നും, ലോകത്തിൻ്റെ അടിമത്തങ്ങളിൽ നിന്നും യേശുക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലൂടെ മനുഷ്യകുലത്തെ രക്ഷിച്ചു. സ്നേഹമുള്ളവരെ, ഉത്ഥാനത്തിന് ശേഷം യേശു ശിഷ്യന്മാരുടെ അരികിലേക്ക് കടന്നു വന്ന് അവർക്ക് സമാധാനം നൽകി. വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്, അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട്. ഒരിക്കൽ ഒരു പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ ആ പുസ്തകത്തിൽ മനോഹരമായിട്ട് എഴുതിയിരിക്കുകയാണ്, യേശു അവരുടെ മേൽ നിശ്വസിച്ചു, പരിശുദ്ധാത്മാവിനെ നൽകി, അല്ലെങ്കിൽ അവരുടെ മേൽ ഊതിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഈ വചനഭാഗവും ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം, പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മണ്ണിൽ നിന്ന് മനുഷ്യനെ രൂപം കൊടുത്തതിന് ശേഷം ആ സമയം മനുഷ്യന് ജീവനുണ്ടായിരുന്നില്ല. ജീവശ്വാസം പിതാവായ ദൈവം ആ മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത രൂപത്തിലേക്ക് ദൈവം ഊതുമ്പോഴാണ് മനുഷ്യന് ജീവനുണ്ടാകുന്നത്. അന്ന് ആദ്യ മനുഷ്യന്, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യന്, മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയ മനുഷ്യന് ദൈവത്തിൻ്റെ ശ്വാസം നൽകിയപ്പോൾ ജീവനുണ്ടായതുപോലെ പാപം മൂലം മാനവകുലത്തിന് നഷ്ടപ്പെട്ടു പോയ ജീവൻ വീണ്ടും തിരിച്ചു ലഭിക്കുന്ന ഒരു വലിയ സന്ദർഭത്തെക്കുറിച്ചാണ് ഇവിടെ വചനം സൂചിപ്പിക്കുന്നത്. യേശു അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ടാണ് ഈ അധികാരം നൽകിയിരിക്കുന്നത്. ഈ ഒരു അധികാരം വലിയൊരു അധികാരമാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് മരണത്തിന് അടിമപ്പെട്ടുപോയ എല്ലാ മക്കൾക്കും ജീവൻ നൽകുവാൻ, പാപത്തിൻ്റെ വേദനം മരണമാണെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ജീവൻ നൽകുവാൻ യേശു അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. യേശു ശിഷ്യന്മാർക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണത്, കൃപയാണത്. പലപ്പോഴും നമ്മളിൽ പലർക്കും ജനിച്ചപ്പോൾ മുതൽ പള്ളിയിൽ പോകുന്നു, പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞ് കുമ്പസാരം എന്ന കുദാശ സ്വീകരിച്ചു, പള്ളിയിൽ പോയി കുമ്പസാരിക്കുന്നു, അങ്ങനെ മുമ്പോട്ട് പലപ്പോഴും പോകുന്നതുകൊണ്ട് നമ്മളിൽ പലർക്കും ഈ പാപമോചനത്തിൻ്റെ ആഴവും അർത്ഥവും വിലയും വേണ്ടതുപോലെ പലർക്കും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. ഒരിക്കൽ ഞാൻ പോട്ടയിലായിരുന്ന സമയത്ത് അവിടെ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ വരാറുള്ള ഒരു അക്രൈസ്തവനായ വ്യക്തി ഒരിക്കൽ എൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹം എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, മരിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഇതാണ്, എനിക്ക് മാമോദീസ സ്വീകരിക്കണം. മാമോദീസ സ്വീകരിച്ചതിന് ശേഷം ഒന്ന് ഉള്ളു തുറന്ന് എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഒന്ന് കുമ്പസാരിക്കണം. അങ്ങനെ പാപങ്ങളിൽ നിന്ന് മോചനം നേടി ഈശോയെ അപ്പത്തിൻ്റെ രൂപത്തിൽ സ്വീകരിക്കണം. അതാണ് എൻ്റെ ജീവിതത്തിലെ ഇനി നിറവേറാനുള്ള ഏറ്റവും വലിയ സ്വപ്നം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം യേശുവിനെ അറിഞ്ഞത് വലിയൊരു മാരകമായ രോഗം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും, എന്നാൽ അദ്ദേഹം യേശുവിൻ്റെ വചനം കേൾക്കാൻ കടന്നു വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് അദ്ദേഹം കടന്നു വരികയും ചെയ്തു. പിന്നീട് അദ്ദേഹം പലപ്പോഴായിട്ട് പോട്ട ആശ്രമത്തിൽ വരികയും വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കുടുംബപരമായ ചില സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് യേശുവിനെ മാമോദീസായിലൂടെ സ്വീകരിക്കുവാനും യേശുവിൻ്റെ സ്വന്തമാകാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പലപ്പോഴും പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു, അച്ഛാ, എൻ്റെ വലിയൊരു ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മാമോദീസ സ്വീകരിക്കണം. മാമോദീസ സ്വീകരിച്ച് എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് എനിക്ക് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിച്ച് ഈശോയെ അപ്പത്തിൻ്റെ രൂപത്തിൽ എനിക്ക് സ്വീകരിക്കണം. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം, ആഗ്രഹമെന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുമായിരുന്നു. വാസ്തവത്തിൽ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു വലിയ ജ്വലനമുണ്ടാകുമായിരുന്നു. കാരണം ആ വ്യക്തി അത്ര ദാഹത്തോടുകൂടിയാണ്, അത്ര ആഗ്രഹത്തോടുകൂടിയാണ് കുമ്പസാരം എന്ന കുദാശയെയും പാപമോചനം നേടുന്നതിനെക്കുറിച്ചും കാണുന്നതും
അദ്ദേഹം എൻ്റെ അടുത്ത് പങ്കുവച്ചതും. സ്നേഹമുള്ളവരെ, ഒരു പക്ഷേ കുമ്പസാരം എന്ന കൂദാശയിലൂടെ കടന്നു പോകാനും പാപമോചനം നേടാനും സാധിക്കാത്ത അനേകർ വലിയ ആഗ്രഹത്തോടെ ദാഹത്തോടെ കൊതിക്കുന്ന ഒരു കാര്യമാണ് കുമ്പസാരത്തിലൂടെ പാപമോചനം നേടുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. സ്നേഹമുള്ളവരെ, വലിയൊരു അനുഗ്രഹമാണ് കർത്താവ് കുമ്പസാരം എന്ന കൂദാശയിലൂടെ മനുഷ്യമക്കൾക്ക് നൽകുന്നത്. ഇവിടെ ശിഷ്യന്മാർക്ക് യേശു നൽകിയ അധികാരമാണത്. യേശുവിൻ്റെ അധികാരമാണ് യേശു നൽകുന്നത്. നിങ്ങളാരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങളാരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. മത്തായിയുടെ സുവിശേഷത്തിലും സമാനമായ വചനഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ യേശു പത്രോസിനോട് പറയുന്നുണ്ട്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-19 തിരുവചനങ്ങളിലാണ് നമ്മളിത് വായിക്കുക. അവിടെ യേശു പത്രോസിനോട് പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ നൽകും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. യേശു ക്രിസ്തു തിരുസഭയ്ക്ക് പത്രോസിന് നൽകിയ വലിയ ഒരു അധികാരമാണത്. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. സ്നേഹമുള്ളവരെ, പാപങ്ങൾ മോചിക്കാനുള്ള വലിയ ഒരു അധികാരം യേശു ക്രിസ്തു തിരുസഭയെ ഏൽപ്പിക്കുകയാണ്. തിരുസഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി നമ്മൾ കണക്കാക്കുന്ന വിശുദ്ധ പത്രോസിലൂടെ, തുടർന്നു വന്ന മാർപ്പാപ്പമാരിലൂടെ, തുടർന്നു വന്ന കർദിനാൾമാരിലൂടെ, മെത്രാന്മാരിലൂടെ, വൈദികരിലൂടെ ഈ പാപമോചന ശുശ്രൂഷയാണ് തിരുസഭയിൽ ഇപ്പോൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ പലർക്കും ഈ കുമ്പസാരം എന്ന കൂദാശയുടെ ആഴവും അർത്ഥവും പിടികിട്ടാത്തത് കൊണ്ടാണ് പലരും വേണ്ടത്ര ദാഹത്തോടെയും താല്പര്യത്തോടുകൂടിയും ഈ കൂദാശയ്ക്ക് അണയാത്തത്. എന്നാൽ ഒരു ദിവസം ഈ വലിയൊരു കൃപയെക്കുറിച്ച് ബോധ്യം കിട്ടിയാൽ നമ്മൾ തീർച്ചയായിട്ടും വലിയ ദാഹത്തോടെ ഈ കുമ്പസാരം എന്ന കൂദാശയിലൂടെ കടന്നു പോകും. കാരണം ഈ ഭൂമിയിൽ വില കൊടുത്ത് പണം കൊടുത്ത് നമുക്ക് വാങ്ങാനാകാത്ത ഒരു കാര്യമാണ് പാപമോചനം എന്ന് പറയുന്നത്. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ സങ്കീർത്തനത്തിൽ 49-ാം സങ്കീർത്തനത്തിൻ്റെ 7-8 തിരുവചനങ്ങൾ, 49-ാം സങ്കീർത്തനം 7-8 തിരുവചനങ്ങൾ, അവിടെ വചനം ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കും. ജീവൻ്റെ വിലയെക്കുറിച്ചാണ് വചനം പറയുക. അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും സാധിക്കുകയില്ല. ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്ര ആയാലും അത് തികയുകയുമില്ല. മനോഹരമായ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം വലിയൊരു സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തന്നെ തന്നെ വീണ്ടെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. പാപങ്ങളിലൂടെ ദൈവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയ, ദൈവീക ജീവൻ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ അടിമത്തങ്ങളിൽ അകപ്പെട്ടു പോയ ഒരു വ്യക്തിക്കും തന്നെ തന്നെ വീണ്ടെടുക്കാൻ സാധിക്കുകയില്ല, തന്നെ തന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. എന്തു കൊടുത്താലും തന്നെ രക്ഷിക്കാനുള്ള വിലയായി തീരുകയില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും സാധിക്കുകയില്ല. ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്ര ആയാലും അത് തികയുകയുമില്ല. സ്നേഹമുള്ളവർ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഞാൻ കുറേ കാര്യങ്ങൾ സമ്പാദിച്ചങ്ങ് ജീവിതത്തിൻ്റെ വില കൊടുക്കാമെന്ന് കരുതിയാലും അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. എത്ര സമ്പാദിച്ചാലും, എത്ര കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചാലും, അതൊക്കെ കൊടുത്താലും നിൻ്റെ ജീവൻ്റെ വിലയാവുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വിടുതൽ വില എന്ന് പറയുന്നത് അത് വലിയ ആഴമുള്ള ഒരു കാര്യമാണ്. വിടുതൽ വില വാസ്തവത്തിൽ പഴയ നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഈ വിടുതൽ വില, മോചനദ്രവ്യം എന്നീ വാക്കുകളൊക്കെ നമ്മൾ അവിടെയാണ് കൂടുതലായിട്ട് കാണുക. എന്താണ് ഈ വിടുതൽ വില, എന്താണ് ഈ മോചനദ്രവ്യം? ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണത്. ഇതെല്ലാം അടിമച്ചന്തകളിൽ ഉപയോഗിച്ചിരുന്ന വാക്കാണ്. പഴയ നിയമത്തിൽ
അടിമച്ചന്തകളിൽ ഉപയോഗിച്ചിരുന്ന വാക്കാണ് ഈ വിടുതൽ വില മോചനദ്രവ്യം എന്നുള്ളതൊക്കെ. ഞാൻ വിൻസെൻഷ്യൻ സഭയിൽപ്പെട്ട ഒരു വൈദികനായതുകൊണ്ട് വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിനെ കുറിച്ചുള്ള ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന നാളുകളിൽ അവിടെ അടിമത്ത വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. നമുക്കറിയാം, അടിമത്ത വ്യവസ്ഥിതിയെക്കുറിച്ച് നമുക്കറിയാം. ചില ആളുകൾ ഈ മനുഷ്യചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അവിടെ അടിമത്ത വ്യവസ്ഥിതി ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ നിറത്തിൻ്റെ പേരിൽ അടിമകളായി കഴിഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്ക് ചില സ്ഥലങ്ങളിൽ ജനിച്ചതിൻ്റെ പേരിൽ അടിമകളായി കഴിയേണ്ടി വന്നിട്ടുണ്ട്. ചില ആളുകൾ വലിയ കടക്കെണികളിൽപ്പെട്ട് അടിമകളായി പോയിട്ടുണ്ട്. ചില ആളുകളെ കൂടുതൽ ശക്തിയുള്ളവരും ആരോഗ്യമുള്ളവരും കീഴ്പ്പെടുത്തി അടിമകളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടിമത്ത വ്യവസ്ഥിതി മനുഷ്യചരിത്രത്തിൽ നിലനിന്നിരുന്നു. ഫ്രാൻസിൽ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ കാലത്ത് ഈ അടിമത്ത വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. വിശുദ്ധൻ ചിലപ്പോഴൊക്കെ അടിമച്ചന്തകളിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ കലങ്ങിപ്പോകാറുണ്ട്. കാരണം അവിടെ വിൽക്കാനുള്ള സ്ത്രീ പുരുഷന്മാരെ നിർത്തിയിരിക്കുന്ന കാഴ്ച